2 മാസത്തെ നീണ്ട വേനൽ അവധിക്ക് ശേഷം നമ്മുടെ അക്ഷരമുറ്റം ഇവിടെ ഉണർന്നിരിക്കുകയാണ്. പുത്തനുടുപ്പുകളും പഠനോപകരണങ്ങളും ഒക്കെയായി നമ്മുടെ കുട്ടികൾ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. വിശേഷങ്ങളിലേക്ക്. പേരെന്താ? ആശ്രിത. എങ്ങനെയുണ്ട്? വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ? നല്ല രസം. വാദ്യോപകരണങ്ങളൊക്കെ ആയി നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. പേരെന്താ? ആകാശ്. എത്രാം ക്ലാസ്സിലാ? 2ാം ക്ലാസ്. എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ? നല്ല. പേരെന്താ? അപേര്. ഇതൊന്ന് പൊട്ടിത്തരുമോ? വർഷം തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 2 ആഴ്ച ലഹരിക്കെതിരെയുള്ള അവബോധം വളർത്തുക, അതുപോലെ തന്നെ പോക്സോ നിയമങ്ങൾ പഠിപ്പിക്കുക തുടങ്ങി നിരവധി പരിപാടികളാണ് കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കൊച്ചുകുട്ടികൾ പ്ലക്കാർഡ്സ് ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. മാറ്റം കുട്ടികളിലൂടെ എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ഇപ്പോൾ പകരുന്നത്. ഇനി കുട്ടികളുടെ കളികളും ചിരികളുമൊക്കെയായി എല്ലാ വിദ്യാലയങ്ങളും ദിവസവും ഉണരും. 2 മാസക്കാലത്തോളം ഉറങ്ങിക്കിടന്നിരുന്ന വിദ്യാലയങ്ങൾക്കിനി ശബ്ദമുണ്ടാകും. കലാകാരികളെയും കലാകാരന്മാരെയും അത്ലറ്റുകളെയും തുടങ്ങി നിരവധി പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ. അറിവാർജിച്ച് ആനന്ദത്തോടെ കുട്ടികൾ വളരണം. ലോകത്തിന്റെ പുരോഗതിക്കടിസ്ഥാനം അറിവാണ്. എന്താണ് അറിവ് എന്ന ചോദ്യം ഇക്കാലത്ത് പ്രസക്തമാണ്. അറിവ് മാത്രമല്ല, വിവേകവും അത്യാവശ്യമാണ്. മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പൊതു ഇടങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ. ഈ വർഷത്തെ പ്രവേശനോത്സവവും ഗംഭീരമായി തന്നെ നടന്നു. പാഠഭാഗത്തെ പഠനങ്ങൾക്ക് പുറമെ ലോകത്തെക്കുറിച്ചുള്ള അറിവും, യുവതലമുറയെ വേട്ടയാടുന്ന ലഹരിക്കെതിരെയും അവബോധം വളർത്തുക, പോക്സോ നിയമങ്ങൾ പഠിപ്പിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിചയപ്പെടുത്തുക തുടങ്ങി നിരവധി ക്ലാസുകൾ കേരള സർക്കാർ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്.